ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് SCERT പാഠപുസ്തകം 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഋതുഭേദങ്ങളും സമയവും എന്ന ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് ഋതുഭേദങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളതാണ്. സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളിലെ പ്രധാന സവിശേഷത. വ്യത്യസ്തമായിട്ടുള്ള ഋതുക്കളുടെ സവിശേഷത എന്ന് പറയുന്നത് സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. ഈ സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണം എന്താണ്? ഭൂമിയുടെ പരിക്രമണവും അതുപോലെ അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. എന്താണ് പരിക്രമണം എന്ന് വെച്ചാൽ? ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു. അതാണെന്ത്? പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് 66.5 ഡിഗ്രി ചരിവുണ്ട് അല്ലേ? ഭൂമിയുടെ അച്ചുതണ്ടിന് എങ്ങനെയാണ്? പരിക്രമണ തലത്തിൽ നിന്നാണെങ്കിൽ 66.5 ഡിഗ്രി ചരിവാണുള്ളത്. ലംബതലത്തിൽ നിന്ന് കണക്കാക്കിയാൽ എത്ര ചരിവാണ്? 23.5 ഡിഗ്രിയാണ്. അപ്പോൾ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് നോക്കിക്കഴിഞ്ഞാൽ 66 ഡിഗ്രിയും അതുപോലെ ലംബതലത്തിൽ നിന്നുള്ള ചരിവ് എന്ന് പറയുന്നത് 23.5 ഡിഗ്രിയുമാണ്. പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചരിവ് നിലനിർത്തുന്നുണ്ട്. സൂര്യനെ വലം വയ്ക്കുമ്പോൾ ഉടനീളം ഈ ഒരു ചരിവ് ഭൂമി നിലനിർത്തുന്നുണ്ട്. ഇതിനെ അച്ചുതണ്ടിൻ്റെ സമാന്തരത അല്ലെങ്കിൽ പാരലലിസം ഓഫ് ആക്സിസ് എന്നാണ് പറയുന്നത്. ഇനി ചിത്രം നോക്കുക. ആ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് കാണിച്ചിട്ടുണ്ട് 66 ഡിഗ്രി. അതുപോലെ ലംബതലത്തിൽ നിന്ന് നോക്കിയാലുള്ള ചരിവും കാണിച്ചിട്ടുണ്ട് 23.5 ഡിഗ്രി കാണിച്ചിട്ടുണ്ട്. ഇനി ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സാഹചര്യവും അതുപോലെ അകന്നു പോകുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട്. ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം എന്ന് പറയുന്നത് പെരിഹീലിയൻ അല്ലെങ്കിൽ സൂര്യസമീപ ദിനം എന്നാണ് പറയുന്നത്. അതുപോലെ ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു പോകുന്ന ദിനം എന്ന് പറയുന്നത് സൂര്യവിദൂര ദിനം എന്നാണ് പറയുന്നത്. അതിനെ ഇംഗ്ലീഷിൽ അപ് ഹീലിയൻ എന്ന് വിളിക്കുന്നു. ഇനി ഈ ചിത്രം ഒന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ഡേറ്റിൻ്റെ ഒക്കെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും അതുപോലെ ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉത്തരായന രേഖയ്ക്കും അതുപോലെ ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ സൂര്യൻ്റെ അയനം എന്നാണ് വിളിക്കുന്നത്. അപ്പം നമ്മുടെ ഭൂമി എന്താണ്? സൂര്യനെ ചുറ്റുന്നു. ഈ പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ എന്താണ്? അച്ചുതണ്ടിൻ്റെ ചരിവ് ഭൂമി നിലനിർത്തുന്നുണ്ട്. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയാണ് സൂര്യൻ്റെ അയനം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ എന്ന് പറയും. സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ആ ചിത്രം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പരിക്രമണ കാലത്തിൽ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിലെ 4 സ്ഥാനങ്ങളാണ് ചിത്രത്തിൽ ഉള്ളത്. സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നു. വർഷത്തിൻ്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത്. സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നിടങ്ങളിൽ ചൂട് പൊതുവെ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അതുപോലെ ചരിഞ്ഞ് പതിക്കുന്നിടത്താണെങ്കിൽ എങ്ങനെയാണ്? ചൂട് കുറവുമായിരിക്കും. സൂര്യൻ്റെ അയനം മൂലം വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായിട്ട് ആവർത്തിക്കുന്നു. സൂര്യൻ്റെ അയനം മൂലമാണ് എന്ത്? ഋതുക്കൾ ഉണ്ടാവുന്നത് അല്ലേ? വ്യത്യസ്തമായ ഋതുക്കളാണുള്ളത്. അതിങ്ങനെ ചാക്രികമായിട്ട് ആവർത്തിക്കുന്നു. വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം അതിങ്ങനെ ചാക്രികമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവെ ഋതുഭേദങ്ങൾ എന്ന് പറയുന്നത് പ്രകടമായിട്ട് അനുഭവപ്പെടാറില്ല. അതേസമയം മിതോഷ്ണ മേഖലയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അക്ഷാംശ മേഖലയിൽ എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്.
സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. എന്താ പറഞ്ഞത്? സൂര്യൻ എന്താണ് ഭൂമിയുടെ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. അതാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങളിലാണ്. മാർച്ച് 21 അതുപോലെ സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളെ എന്താണ്? സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഏതൊക്കെ ദിനങ്ങളെയാ? മാർച്ച് 21 അതുപോലെ സെപ്റ്റംബർ 23, ഇത് രണ്ടുമാണ് വിഷുവങ്ങൾ. മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. മാർച്ച് 21 മുതൽ സൂര്യൻ എന്താണ്? സൂര്യൻ്റെ സ്ഥാനം മാറി മാറി എങ്ങോട്ട് പോകുന്നു? വടക്കോട്ട് പോയിട്ട് ജൂൺ 21 സൂര്യന് ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം, സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നു. ഏത് ദിനത്തെയാണ്? ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിലെ കാര്യമാണ് പറയുന്നത്. ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അതുപോലെ ഏറ്റവും ഹ്രസ്വമായ രാത്രി അനുഭവപ്പെടുന്നത് ജൂൺ 21. ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്ന് തെക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23 ആകുമ്പോൾ വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്ന് എന്താണ്? തെക്കോട്ട് അയനം ആരംഭിക്കുന്നു സൂര്യന്. അങ്ങനെ സെപ്റ്റംബർ 23 വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം, സമ്മർ സീസൺ അനുഭവപ്പെടുന്നത്. ഇനി സെപ്റ്റംബർ 23 മുതൽ മധ്യരേഖയിൽ നിന്നും തെക്കോട്ട് തന്നെ എന്താണ്? അയനം തുടരുന്ന സൂര്യന് ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തും. ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നത് ഡിസംബർ 22. ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നത് ഏത് ദിവസമായിരുന്നു? ജൂൺ 21 ആയിരുന്നില്ലേ? ഇതിപ്പോൾ എന്താണ് പറയുന്നത്? ദക്ഷിണായന രേഖയ്ക്ക് തെക്കോട്ട് വന്നിട്ട് ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. അത് ഡിസംബർ 22. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്ത ദിനം എന്നാണ് വിളിക്കുന്നത്. വിൻ്റർ സോൾസ്റ്റൈസ് എന്നാണ് വിളിക്കുന്നത്. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ വിളിക്കുന്നത് ശൈത്യ അയനാന്ത ദിനം, വിൻ്റർ സോൾസ്റ്റൈസ് എന്നാണ്. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും അതുപോലെ ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഡിസംബർ 22 ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയായിരിക്കും? ഹ്രസ്വമായ പകലും അതുപോലെ ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയുമായിരിക്കും അനുഭവപ്പെടുക. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമായിരിക്കും, ഓട്ടം സീസൺ ആയിരിക്കും. ഉത്തരാർദ്ധഗോളത്തിലെ കാര്യമാണ് പറയുന്നത്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ എങ്ങനെയായിരിക്കും? ഹേമന്തകാലമായിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ സമ്മർ സീസൺ ആണ് പറയുന്നത്. ഇനി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ എന്താണ്? ഹേമന്തകാലമായിരിക്കും. വേനൽക്കാലത്തിൻ്റെ തീഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് എന്ത്? ഹേമന്തകാലം എന്ന് പറയുന്നത്. വേനൽക്കാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലോട്ടുള്ള മാറ്റത്തിൻ്റെ ഇടയിലുള്ളതാണെന്ത്? ഹേമന്തകാലം അല്ലേ? ഈ കാലയളവിൽ അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായിട്ട് കുറയുന്നു. ശൈത്യകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പല്ലേ? അപ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് എന്താണ്? ഗണ്യമായിട്ട് കുറയുന്നു. പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞിട്ട് വരികയും അതുപോലെ രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യും. മരങ്ങൾ പൊതുവെ ഇല പൊഴിക്കുന്ന കാലമാണെന്ത്? ഹേമന്തകാലം എന്ന് പറയുന്നത്. വരാനിരിക്കുന്ന വരണ്ട ശൈത്യകാലത്തെ അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പാണ് മരങ്ങളുടെ ഈ ഇല പൊഴിക്കൽ എന്ന് പറയുന്നത്. ഡിസംബർ 22
ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യന് മാർച്ച് 21 വീണ്ടും എവിടെ എത്തും? മധ്യരേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഈ കാലയളവ് എന്താണ്? ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലമായിരിക്കും, വിൻ്റർ സീസൺ ആയിരിക്കും. അപ്പം അതിൻ്റെ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു പട്ടികയാക്കി കൊടുത്തിരിക്കുകയാണ്. എന്താണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യൻ എങ്ങനെയാണ്? വടക്കോട്ടാണ് അയനം. അപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണ് സൂര്യൻ അയനം ചെയ്യുന്നത്. ഋതുക്കൾ എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ അപ്പോഴെന്തായിരിക്കും? വസന്തകാലമായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് കാലമായിരിക്കും? ഹേമന്തകാലമായിരിക്കും. വസന്തത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹേമന്തമാണ്, അത് ഓർക്കണം. ഇനി ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ എങ്ങനെയാണ്? സൂര്യന് ഉത്തരായന രേഖയിൽ നിന്ന് പിന്നെയും തെക്കോട്ട് സഞ്ചരിക്കുകയാണ്, ഭൂമധ്യരേഖയിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ്? ഗ്രീഷ്മമാണെന്ന് പറഞ്ഞില്ലേ? ഗ്രീഷ്മമാണ് ഉണ്ടാവുക. അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലമായിരിക്കും ഉണ്ടാവുക. ഇനി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ വീണ്ടും തെക്കോട്ട് തന്നെയാണ് അയനം, അല്ലേ? ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖ വരെ എത്തണം. ദക്ഷിണായന രേഖയിലേക്ക് ഉള്ള അയനമാണ്. അന്നേരം എങ്ങനെയാണ്? ഉത്തരാർദ്ധഗോളത്തിലെ ഹേമന്തകാലവും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവുമായിരിക്കും. ഇനി ഡിസംബർ 22 മുതൽ പിന്നെയും വടക്കോട്ട് സഞ്ചരിക്കുകയാണ്, വടക്കോട്ട് സൂര്യൻ അയനം ചെയ്യുകയാണ്. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ എന്തായിരിക്കും? ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ് അയനം ചെയ്യുക. ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ അപ്പോൾ ഗ്രീഷ്മകാലവുമായിരിക്കും. ഇനി നമുക്ക് ഇന്ത്യയിലെ കാര്യമെടുക്കാം. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ ഏതൊക്കെയാണ്? പൊതുവെ ഋതുക്കളെ എങ്ങനെയാണ്? 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. വസന്തകാലം, ഹേമന്തകാലം, ഗ്രീഷ്മകാലം, ശൈത്യകാലം, അങ്ങനെ 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ അന്തരീക്ഷസ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി 6 വ്യത്യസ്ത ഋതുക്കളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം, അങ്ങനെ 6 ഋതുക്കളാണുള്ളത്. വസന്തകാലം എന്ന് വെച്ചാൽ എന്താണ്? വസന്തകാലം ഏത് മാസങ്ങളിലായിരിക്കും? മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും. ഇന്ത്യയിൽ വസന്തകാലം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും. അതിനുശേഷം ഗ്രീഷ്മകാലമായിരിക്കും. മെയ് ജൂൺ മാസങ്ങളിൽ ഗ്രീഷ്മകാലമായിരിക്കും. വർഷകാലം എന്നാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും. ശരത്കാലം, വർഷകാലം കഴിഞ്ഞാൽ പിന്നെ ശരത്കാലമാണ്. ശരത്കാലം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും. അതിനുശേഷം ശരത്കാലം കഴിഞ്ഞാൽ ഹേമന്തകാലമായിരിക്കും. ഹേമന്തകാലം നവംബർ ഡിസംബർ മാസങ്ങളിലും. അതിനുശേഷം ശിശിരകാലമായിരിക്കും. ശിശിരകാലം എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുമായിരിക്കും. അപ്പം ശിശിരകാലം എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുമായിരിക്കും ഈ ഒരു രീതി. അതിനുശേഷം ശിശിരകാലം കഴിഞ്ഞാൽ പിന്നെ വസന്തകാലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. അങ്ങനെ ചാക്രികമായിട്ട് ഈ ഋതുക്കൾ ഇന്ത്യയിലുണ്ടാവും. സൂര്യൻ്റെ അയനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സൂര്യൻ്റെ അയനവും അതിനനുസൃതമായിട്ട് 2 ഗോളങ്ങളിൽ, ഉത്തരാർദ്ധ ഗോളത്തിലും അതുപോലെ ദക്ഷിണാർദ്ധ ഗോളങ്ങളിലുമുള്ള ഋതുക്കളുടെ ആവർത്തന ക്രമവും നമ്മൾ മനസ്സിലാക്കി. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുകയും ചെയ്യും. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള ഈ സൂര്യൻ്റെ ഈ ഒരു അയനത്തിന് പറയുന്ന പേരാണ് ഉത്തരായനം എന്ന്. ഉത്തരായനം എന്നാൽ എന്താണ്? ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് ഉള്ള സൂര്യൻ്റെ അയനത്തെയാണ് ഉത്തരായനം എന്ന് വിളിക്കുന്നത്. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ക്രമേണ കൂടി വരുന്നു. ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുകയും ചെയ്യുന്നു. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ എന്താണ്? ദക്ഷിണായനം എന്നും വിളിക്കുന്നു. ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. ഉത്തരായനം എന്നാൽ എന്താണ്? ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിൽ മേളിലോട്ടാണ്.
ഇനി ദക്ഷിണായനം എന്ന് വെച്ചാൽ എന്താണ്? താഴോട്ടാണ് വരുന്നത്, തെക്കോട്ടാണ് വരുന്നത്. എന്താണ്? ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനമാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിൽ ആയതുകൊണ്ട് ഈ കാലയളവിൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് പകലായിരിക്കും. ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം എങ്ങനെയായിരിക്കും? പകലായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം എന്ന് പറയുന്നത് സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലായതുകൊണ്ട് തന്നെ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് രാത്രിയുമായിരിക്കും. ഇതുവരെ നമ്മൾ ഭൂമിയുടെ പരിക്രമണം മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഋതുക്കളെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഭൂമിയുടെ ഭ്രമണം മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്. സമയനിർണ്ണയം എങ്ങനെ നടത്താം, അതൊക്കെയാണ് ഇനി പറയുന്നത്. നമുക്കറിയാം, എസ്.കെ. പൊറ്റക്കാട്, പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായിട്ടുള്ള എസ്.കെ. പൊറ്റക്കാട്, അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണമാണ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ. അതിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത്. ക്ലോക്ക് നോക്കിയപ്പോൾ മണി 12 തന്നെ. വാച്ചിലെ സമയം 5.5 മണിക്കൂർ പിന്നോട്ട് തിരിച്ചു വെക്കണമെന്ന് എയർ ഹോസ്റ്റസ് അറിവ് തന്നു. അപ്പോൾ ഞങ്ങളുടെ വാച്ചിലെ സമയം 5:30 ആയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തെ വിഴുങ്ങിക്കൊണ്ടാണ് വിമാനം പടിഞ്ഞാറോട്ട് പറക്കുന്നത്. അതിനനുസരിച്ച് കൂടെ ഞങ്ങളുടെ വാച്ചിലെ സൂചിയും പിന്നോക്കം തിരിച്ചു വെക്കേണ്ടി വന്നു. വിവിധ രാജ്യങ്ങളിലെ സമയം ഇന്ത്യൻ സമയത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതാണ് ഇതിൽ എസ്.കെ. പൊറ്റക്കാട് നമ്മളോട് പറയുന്നത്. സമയനിർണ്ണയത്തിലെ വ്യത്യാസം എന്തുകൊണ്ടാണ് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒരു പ്രദേശത്തെ സൂര്യൻ്റെ ഉച്ചസ്ഥാനം, സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരുന്നു ആദ്യകാലങ്ങളിൽ സമയം നിർണ്ണയിച്ചിരുന്നത്. സൂര്യൻ്റെ സ്ഥാനം അടിസ്ഥാനമാക്കിയായിരുന്നു. അതുപോലെ നിഴലുകൾ ഒക്കെ നോക്കിയായിരുന്നു. തലയ്ക്ക് മുകളിലായി സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 മണിയെന്ന് കണക്കാക്കാം. ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം, അവിടുത്തെ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. പിൽക്കാലത്ത് സമയനിർണ്ണയം കൂടുതൽ ശാസ്ത്രീയവും കൃത്യവുമായി. സമയനിർണ്ണയത്തിന് പിന്നിലെ വസ്തുതകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് സമയനിർണ്ണയം നടത്തുന്നത്? പരിക്രമണത്തോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി ഭ്രമണം ചെയ്യുന്നുവെന്ന് നമുക്കറിയാം. ഭ്രമണ ഫലമായിട്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്, അതും നമുക്കറിയാം. ഭ്രമണവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് ഇനി നോക്കുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഭൂമി എങ്ങനെയാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുന്നു. ഭൂമി ഒന്ന് ഭ്രമണം ചെയ്യാനായിട്ട് 24 മണിക്കൂറാണ് എടുക്കുന്നത്. ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതുകൊണ്ട് തന്നെ സൂര്യോദയം എന്ന് പറയുന്നത് കിഴക്ക് നിന്നായിരിക്കും. ഭൂമിയുടെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണല്ലോ. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണമാകും? 360 രേഖാംശ രേഖകൾ നമുക്ക് ലഭിക്കും. 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 1440 മിനിറ്റ് എന്നാവില്ലേ? 24 ഗുണം 60 എത്രയാണ്? 1440 ആണ്. അപ്പോൾ 1440 മിനിറ്റ് എന്നാകും. അതായത് 360 ഡിഗ്രി തിരിയാൻ എന്താണ്? 1440 മിനിറ്റാണ് വേണ്ടത്. 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാനായിട്ട് ഭൂമിക്ക് വേണ്ട സമയം എങ്ങനെ അപ്പം കണക്കാക്കാം? ഈ 1440 മിനിറ്റിനെ എന്താണ് 360 കൊണ്ട് ഭാഗിക്കണം അല്ലേ? 360 രേഖാംശ രേഖകളല്ലേ ഉള്ളത്. അപ്പം 360 കൊണ്ട് ഭാഗിക്കുമ്പോൾ എന്താണ്? നമുക്ക് 4 മിനിറ്റ് എന്ന് കിട്ടും. 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോഴാണ് 1 മണിക്കൂർ സമയവ്യത്യാസം എന്ന് പറയുന്നത്. 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മണിക്കൂർ സമയവ്യത്യാസമാണ്. 15 ഗുണം 4 മിനിറ്റ് നോക്കുമ്പോൾ 60 മിനിറ്റ് കിട്ടും. അങ്ങനെയാണ് 1 മണിക്കൂർ എന്ന് പറയുന്നത്. 15 ഡിഗ്രി എന്ന് പറയുന്നത് 1 മണിക്കൂർ സമയമാണ്. 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ 4 മിനിറ്റ് ആണെങ്കിൽ 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1 മണിക്കൂറാണ്. അത് ഓർത്തിരുന്നോണം. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ രേഖാ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്.
ഒരു മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ രേഖ പ്രദേശം സൂര്യന് മുന്നിലൂടെ കടന്നു പോകും. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, സമയം കാണിച്ചിട്ടുണ്ട്, നോക്കിക്കോണം. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആയതുകൊണ്ട് സമയ കൂടുതൽ രേഖപ്പെടുത്തുന്നത് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് പടിഞ്ഞാറോട്ടുമായിരിക്കും. ഭൂമിയുടെ ഭ്രമണം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടല്ലേ, അപ്പോൾ സമയ കൂടുതൽ എവിടെ ആയിരിക്കും? കിഴക്കായിരിക്കും. പടിഞ്ഞാറ് എന്താണ്? സമയക്കുറവാണ് രേഖപ്പെടുത്തുന്നത്. അത് ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത രേഖാംശത്തിൽ നിന്നും കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശത്തിനും സമയം 4 മിനിറ്റ് കൂടിയും പടിഞ്ഞാറോട്ട് എങ്ങനെയാണ് 4 മിനിറ്റ് കുറഞ്ഞും വരുന്നു. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് ആണല്ലോ. അപ്പം ഒരു നിശ്ചിത രേഖാംശത്തിൽ കിഴക്കോട്ടാണെങ്കിൽ ഓരോ ഡിഗ്രി രേഖാംശത്തിനും സമയം 4 മിനിറ്റ് കൂടിയും അതുപോലെ പടിഞ്ഞാറോട്ടാണെങ്കിൽ 4 മിനിറ്റ് കുറഞ്ഞും വരും. ഇനി ഗ്രീനിച്ച് സമയവും സമയമേഖലയും നോക്കാം. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ എന്ന് അറിയപ്പെടുന്നു. 0 ഡിഗ്രി രേഖാംശ രേഖയെയാണ് ഗ്രീനിച്ച് രേഖ എന്ന് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകപ്പെട്ടത്. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗ്രീനിച്ച് എന്ന സ്ഥലത്താണ്. അതുവഴി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകപ്പെട്ടത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖ പ്രൈം മെറീഡിയൻ എന്നും അറിയപ്പെടുന്നു. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നും പറയുന്നുണ്ട്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായി ലോകത്തെ തിരിച്ചിരിക്കുന്നു. ഇവ സമയമേഖലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയിട്ട് 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത്. ഇവ സമയമേഖലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നോക്കുന്നത് സ്റ്റാൻഡേർഡ് സമയം എന്താണ് എന്നുള്ളതാണ്. ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിക്കുകയാണെങ്കിൽ അത് പല അവസരങ്ങൾ എങ്ങനെയാണ് ആശയക്കുഴപ്പം സൃഷ്ടിക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്ത് മുഴുവൻ പൊതു സമയമായിട്ടാണ് സാധാരണ കണക്കാക്കുന്നത്. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിലുള്ള സമയമായിരിക്കത്തില്ല അരുണാചൽ പ്രദേശിലേത്, അല്ലേ? ഇന്ത്യയുടെ കിഴക്ക് സൂര്യൻ ഉദിച്ച ശേഷം 2 മണിക്കൂർ വ്യത്യാസത്തിലാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സൂര്യൻ ഉദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 2 മണിക്കൂറിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ രേഖാംശങ്ങളെ മാനക രേഖാംശമായിട്ട് പരിഗണിച്ച് ഒന്നിലധികം മാനക സമയങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. അപ്പം എന്താണ്? രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളുണ്ട്. അവിടെ എന്താണ്? ഒന്നിലേറെ രേഖാംശങ്ങളെ നമുക്ക് മാനക രേഖാംശമായിട്ട് പരിഗണിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ആ രാജ്യങ്ങളിലൊക്കെ എന്താണ്? ഒന്നിലേറെ മാനക സമയങ്ങൾ വരികയും ചെയ്യും. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായിട്ട് സ്റ്റാൻഡേർഡ് മെറീഡിയനായിട്ട് പരിഗണിക്കുന്നു. മാനക രേഖാംശത്തിലെ ഈ സ്റ്റാൻഡേർഡ് മെറീഡിയനിലെ പ്രാദേശിക സമയത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ മാനക സമയം എന്ന് പറയുന്നത്. അതായിരിക്കും ആ രാജ്യത്തിൻ്റെ മാനക സമയം എന്ന് പറയുന്നത്. ഇനി നോക്കുന്നത് IST അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ആണ്. ഇന്ത്യയുടെ കാര്യമാണ്. പൂർവ്വരേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ് നമ്മുടെ രേഖാംശീയ വ്യാപ്തി, അല്ലേ? ഇവയുടെ ഏകദേശം മധ്യത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് കണക്കാക്കുന്നത്. ഈ പൂർവ്വ രേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത്.
ഇവയുടെ ഏകദേശം മധ്യത്തായിട്ട് വരുന്നത് എന്താണ്? 82.5 പൂർവ്വ രേഖാംശ രേഖയാണ്. ഇതാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് കണക്കാക്കുന്നത്. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനെ എന്താണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്നാണ് വിളിക്കുന്നത്. ഇനി നോക്കുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്താണ് എന്നുള്ളതാണ്. ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ 180 രേഖാംശം വരെ ഓരോ 15 ഡിഗ്രിയിലെയും സമയം കണക്കാക്കി ഈ ടേബിൾ പൂർത്തിയാക്കാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഗ്രീനിച്ച് രേഖയിലെ സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ 10 മണി എന്നുള്ളതാണ്. വെള്ളിയാഴ്ച രാവിലെ 10 മണി എന്നുള്ളതാണ്. ഇനി ഗ്രീനിച്ചിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? പടിഞ്ഞാറോട്ട് 15 ഡിഗ്രി പോകുന്നതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അന്നേരം എന്തായിരിക്കും? ദിവസം വെള്ളി തന്നെ ആയിരിക്കും, ദിവസം മാറുന്നില്ല. രാവിലെ 10 മണി എന്നല്ലേ ഗ്രീനിച്ചിൽ, അപ്പോൾ പുറമോട്ട് പോകും 1 മണിക്കൂർ, 9 മണിയായിരിക്കും. രാവിലെ 9 മണിയായിരിക്കും രേഖാംശം 15 ഡിഗ്രിയിൽ. 30 ഡിഗ്രിയിലാണെങ്കിൽ 2 മണിക്കൂർ പുറമോട്ട് പോയി രാവിലെ 8 മണി എന്നായിരിക്കും. അങ്ങനെ മാറി മാറി എന്താണ് വെള്ളി മാറി വ്യാഴമാകുന്ന കേസുണ്ട് അല്ലേ? കാരണം 45 ഡിഗ്രി ആവുമ്പം 3 മണിക്കൂറാണ് പുറമോട്ട് പോകുന്നത്. 60 ആകുമ്പോൾ 4 മണിക്കൂർ പുറമോട്ട് പോകും. 75 ആകുമ്പം 5 മണിക്കൂർ പുറമോട്ട് പോകും അല്ലേ? ഗ്രീനിച്ച് രേഖയിലെ സമയത്തിൽ നിന്ന് 5 മണിക്കൂർ പുറമോട്ട് പോകും. അപ്പോൾ ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും? കിഴക്കോട്ടുള്ള 15 ഡിഗ്രിയിൽ രാവിലെ 11 മണിയായിരിക്കും. ഗ്രീനിച്ചിലെ സമയം 10 മണിയാണെങ്കിൽ അവിടെ എങ്ങനെയാണ്? വെള്ളി രാവിലെ 11 മണിയായിരിക്കും ആവുക. 30 ഡിഗ്രി ആവുമ്പം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കും. 45 ആവുമ്പോൾ എന്താണ്? 1 മണിക്കൂറും കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 1 മണിയാകും. അപ്പോൾ അങ്ങനെയാണ് പോവുക. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 180 ഡിഗ്രി രേഖാംശത്തിലെത്തുമ്പോൾ എന്ത് വരും? 24 മണിക്കൂറിൻ്റെ സമയവ്യത്യാസം കാണും അല്ലേ? അപ്പം ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അതിൽ എ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് 180 ഡിഗ്രി രേഖാംശ രേഖയിലാണ്. ഈ സ്ഥലത്ത് താമസിക്കുന്നവർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏത് ദിവസമായിരിക്കും പരിഗണിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ടേബിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ 180 ഡിഗ്രി ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന എ എന്ന സ്ഥലത്ത് ഉള്ള ആൾക്കാർ ഇതിൽ ഏത് ദിവസമായിരിക്കും, വെള്ളിയാണോ വ്യാഴമാണോ ഏതായിരിക്കും പരിഗണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തിലൂടെ 180 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോവുകയാണെങ്കിൽ ഈ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിനങ്ങളായിരിക്കും അല്ലേ? ഒരിടത്ത് വെള്ളി ഒരിടത്ത് വ്യാഴമായിരിക്കും. ഇത് സൃഷ്ടിച്ചേക്കാവുന്ന പ്രായോഗിക പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. എന്ത് പറ്റും? ഇവിടെ ഒരു ദിവസം നമുക്ക് നിർണ്ണയിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായിട്ട് കരഭാഗങ്ങളിൽ കൂടി കടന്നു പോകാത്ത വിധം ഈ രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുന്നുണ്ട്. ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ്? മുറിഞ്ഞ രേഖകൾ നമുക്ക് ആ നടുക്ക് ഉള്ള ലൈനിൻ്റെ അതിലേക്കൂടെ കാണാം. മുറിഞ്ഞ രേഖകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകും വിധവും ജനവാസമുള്ള ചില ദ്വീപുകളെ ഒഴിവാക്കിയുമാണ് ഈ ഒരു രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ രേഖ മുറിച്ചു കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികളാണെങ്കിൽ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവരാണെങ്കിൽ ഒരു ദിവസം കുറച്ചും സമയമാണ് കണക്കാക്കുന്നത്. ഈ സാങ്കല്പിക രേഖ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് പറയുന്നത്. ഇതാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് സമയം നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? ഗ്രീനിച്ച്, ഇന്ത്യ എന്നീ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി അല്ലെങ്കിൽ 82 ഡിഗ്രി 30 മിനിറ്റ് എന്നുള്ളതാണ്. 15 ഡിഗ്രി രേഖാംശത്തിൻ്റെ സമയവ്യത്യാസം എത്രയാണ്? 1 മണിക്കൂറല്ലേ? അപ്പോൾ 82.5 ഡിഗ്രി രേഖാംശത്തിലെ സമയവ്യത്യാസം എത്രയായിരിക്കും? ഇതിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5.5 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ 30 മിനിറ്റ് എന്നാണ് കിട്ടുന്നത്. അപ്പം ഗ്രീനിച്ച് ഇന്ത്യയും തമ്മിലുള്ള സമയവ്യത്യാസം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ 30 മിനിറ്റ് ആണ്.
ഗ്രീനിച്ചിൻ്റെ കിഴക്കായിട്ട് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത്. ഗ്രീനിച്ചിൻ്റെ കിഴക്കായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. കിഴക്കാട്ടായതുകൊണ്ട് എന്താണ്, ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സമയം അപ്പോൾ എങ്ങനെ നമുക്ക് കണക്കാക്കാം? ഗ്രീനിച്ച് സമയത്തിൻ്റെ കൂടെ 5.5 മണിക്കൂർ കൂട്ടിയാൽ മതി. അപ്പോൾ ഗ്രീനിച്ച് സമയം 12 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ എത്രയായിരിക്കും? 5:30 മണിയായിരിക്കും. ഇനി ഒരു പ്രോബ്ലം തന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ തിങ്കളാഴ്ച 11 മണി ആയിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കുമെന്ന്. ജപ്പാൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് എത്ര ആണെന്ന്. ജപ്പാൻ്റെ 135 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 82.5 ഡിഗ്രി ഇന്ത്യ, അതുപോലെ 135 ഡിഗ്രി ജപ്പാനുമാണ്. 135 ഡിഗ്രി കിഴക്ക് ജപ്പാൻ എന്ന് പറയുമ്പം ഇന്ത്യയുടെ വെച്ചിട്ടല്ല 135 ഡിഗ്രി, ഗ്രീനിച്ച് രേഖയുടെ വെച്ചിട്ടാണ് 135 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ എത്രയാണ്? 82.5 അപ്പം 135 82.5 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഇന്ത്യയിൽ നിന്നും ജപ്പാൻ വരെയുള്ള രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത്. 1 ഡിഗ്രി രേഖാംശത്തിൻ്റെ സമയവ്യത്യാസം എത്രയാണ്? 4 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 52.5 ഡിഗ്രിയുടെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 210 മിനിറ്റ് എന്ന് കിട്ടും. 52.5 എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 210 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഈ 210 മിനിറ്റിനെ നമുക്ക് എങ്ങനെ മണിക്കൂറിലോട്ടാക്കാം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 മണിക്കൂർ 30 മിനിറ്റ് എന്ന് കിട്ടും. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയാം, മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണേ. ഗ്രീനിച്ച് സമയം ഇന്ത്യയുടെ സമയത്തെക്കാളിലും എത്ര മണിക്കൂറാണ്? 5.5 മണിക്കൂർ പിന്നിലാണ്. ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നത് പിന്നിലാണ്. അപ്പം എക്സാമ്പിൾ പറയുമ്പം ഈ മൺഡേ 9 AM ആണെന്ന് വിചാരിച്ചോ, രാവിലെ 9 മണി. തിങ്കളാഴ്ച രാവിലെ 9 മണി. അതാണ് ഗ്രീനിച്ച് സമയം എന്ന് വെച്ചോ. അന്നേരം ഇന്ത്യയിൽ എത്ര ആയിരിക്കും സമയം? ഉച്ചയ്ക്ക് 2:30 ആയി കാണും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 ആയി കാണും. എന്ന് വെച്ചാൽ 5.5 മണിക്കൂർ മുന്നോട്ടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഗ്രീനിച്ച് സമയത്തിനേക്കാളിലും മുന്നോട്ടാണ് ഇന്ത്യയുടെ സമയം എന്ന് പറയുന്നത്. അതിലും 3.5 മണിക്കൂർ മുന്നോട്ടാണ് ജപ്പാനിലെ സമയം എന്ന് പറയുന്നത്. ജപ്പാനിൽ ആ സമയം എത്ര ആണ് അന്നേരം? തിങ്കളാഴ്ച 6 മണിയായി കാണും. മനസ്സിലായല്ലോ? തിങ്കളാഴ്ച 6 മണിയായി കാണും. അപ്പോൾ സൂര്യന് ഉദിക്കുന്നത് ആദ്യം എവിടെയായിരിക്കും? ജപ്പാനിലാണോ ഇന്ത്യയിലായിരിക്കുമോ? ജപ്പാനിലായിരിക്കുമല്ലോ സൂര്യൻ ആദ്യം ഉദിക്കുന്നത്. അപ്പം എന്താണ്, അടുത്ത ചൊവ്വാഴ്ച ദിവസം തുടങ്ങുന്നത് ആദ്യം എവിടെയായിരിക്കും? ജപ്പാനിലായിരിക്കും. അത്രേ പറഞ്ഞുള്ളൂ. ഇപ്പം അരുണാചൽ പ്രദേശിൻ്റെയും ഗുജറാത്തിൻ്റെയും കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അതെടുക്കുകയാണെങ്കിൽ തന്നെ അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിൽ 2 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അരുണാചൽ പ്രദേശിലായിരിക്കും സൂര്യൻ ആദ്യം ഉദിക്കുക. ഗുജറാത്ത് എന്ന് പറയുന്നത് എന്താണ്? 2 മണിക്കൂർ പിന്നിലാണ് അരുണാചൽ പ്രദേശിനെക്കാട്ടിലും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് വീഡിയോസ് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഡെയിലി വീഡിയോസ് ഇടണമെന്നായിരുന്നു. പിന്നീട് ഈ വ്യൂസൊക്കെ കുറയുന്നത് കണ്ടപ്പം മനസ്സ് മടുത്തു. അതുകൊണ്ടാണ് ഞാനിപ്പം ഡെയിലി ഇടാത്തത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും LDCക്ക് മുന്നേ തന്നെ എല്ലാ ടോപ്പിക്സും SCERT എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. എല്ലാ സബ്ജക്റ്റും കംപ്ലീറ്റ് ചെയ്യും. അതുറപ്പാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് മാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ്.